പ്രിയ കൂട്ടുകാരെ, ഇതാണ് എൻ്റെ വീട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ. കുറച്ചു ദിവസങ്ങളായി ഈ മോട്ടോർ ശരിയായ രീതിയിൽ വെള്ളം പമ്പ് ചെയ്യുന്നില്ല. മോട്ടറിൻ്റെ ഫുഡ് വാൽവിൽ വെള്ളം നിൽക്കുന്നില്ല. അതാണ് കാരണം. നമുക്ക് ഫുഡ് വാൽവ് ഒന്ന് മുകളിലേക്ക് എടുത്തു നോക്കാം. ഫുഡ് വാൽവ് മുകളിലേക്ക് എടുത്തു. ഇനി നമുക്ക് ഫുഡ് വാൽവ് ഒന്ന് അടിച്ചു നോക്കാം. എന്നാലേ എന്താ സംഭവം എന്നറിയാൻ കഴിയുകയുള്ളൂ. ഇതാണ് ഫുഡ് വാൽവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇതിന് ഫുഡ് വാൽവിൻ്റെ നാക്ക് എന്നൊക്കെയാണ് പറയാറുള്ളത്. ഇതിൻ്റെ ഒരു ഭാഗം അല്പം ഓപ്പണായിപ്പോയി, മറ്റൊരു ഭാഗം അല്പം തടിച്ചും പോയി. ഇത് കുറേ പഴക്കം ഉള്ളതുകൊണ്ട് സംഭവിച്ചതാകാം. നമുക്ക് ഈ ഫുഡ് വാൽവ് മാറ്റിയിട്ട് മറ്റൊരു ഫുഡ് വാൽവ് വയ്ക്കാം. ഇത് ഞാനൊരു പുതിയ ഫുഡ് വാൽവ് വാങ്ങിച്ചതാണ്. ഈ ഫുഡ് വാൽവാണ് നമ്മൾ മാറ്റി വയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് പുതിയ ഫുഡ് വാൽവ്. ഇതിനകത്തിരുന്ന സീലെല്ലാം നമ്മൾ എടുത്ത് മാറ്റി വീണ്ടും അതുപോലെ ഒന്ന് അടച്ചു നോക്കി. അതിനുശേഷം ഇതിന് ലീക്ക് വല്ലതും ഉണ്ടോ എന്നറിയാൻ അല്പം വെള്ളം ഒഴിച്ചു നോക്കി. പക്ഷേ ലീക്കൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഫുഡ് വാൽവ് തന്നെ വയ്ക്കുവാൻ തീരുമാനിച്ചു. ഫുഡ് വാൽവിൻ്റെ ശരിയായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ്. മോട്ടോർ വെള്ളം പമ്പ് ചെയ്യുന്ന അവസരത്തിൽ ഇതിൻ്റെ നാക്ക് മുകളിലേക്ക് ഉയരുകയും മോട്ടോർ ഓഫാകുന്ന സമയം തന്നെ ഈ നാക്ക് തിരിച്ച് അടയുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഫുഡ് വാൽവിൽ വെള്ളം നിൽക്കുന്നതും നമുക്ക് വെള്ളം പമ്പ് ചെയ്യുവാൻ സാധിക്കുന്നതും. നമ്മൾ പുതിയ ഫുഡ് വാൽവ് മാറ്റി വയ്ക്കുകയാണ്. അതിനായി നമുക്ക് അല്പം പോലും ലീക്ക് ഉണ്ടാകാതിരിക്കുവാൻ ഇത് ടപ്ലോൺ ടേപ്പാണ്. അത് നമുക്ക് 2-3 റൗണ്ട് ഈ ഫുഡ് വാൽവിൻ്റെ മുകളിൽ ചുറ്റാം. ഇനി നമുക്ക് അത് അടച്ചു വയ്ക്കാം. ഇനി ഈ ഫുഡ് വാൽവ് നമുക്ക് ആ ഹോസിൽ പിടിപ്പിക്കണം. അതിനു മുൻപ് ആ ഹോസിൽ നമുക്കൊരു ഹോസ് ക്ലിപ്പ് ഇടേണ്ടതായിട്ടുണ്ട്. ഈ ഹോസ് ക്ലിപ്പിൻ്റെ ഉദ്ദേശം ഫുഡ് വാൽവിലേക്ക് കൂടുതൽ ലോഡ് വരുമ്പോൾ ഫുഡ് വാൽവ് കിണറിലേക്ക് ഊരിപ്പോകാതിരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹോസ് ക്ലിപ്പ് ഇടുന്നത്. ഹോസ് ക്ലിപ്പ് നന്നായി ടൈറ്റാക്കണം. ഹോസ് ക്ലിപ്പെല്ലാം നമ്മൾ ടൈറ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് വാൽവ് ഫിറ്റ് ചെയ്യാം. അതിനായി ഇവിടെ നമുക്കല്പം 2-3 റൗണ്ട് ടപ്ലോൺ ടേപ്പ് ചുറ്റേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ടപ്ലോൺ ടേപ്പെല്ലാം ചുറ്റി ഫുഡ് വാൽവ് നമ്മൾ ഇതിലേക്ക് പിടിപ്പിച്ച് കഴിഞ്ഞു. അത് നന്നായി ടൈറ്റായിട്ട് പിടിപ്പിക്കണം. ഊരിപ്പോകാനോ ലൂസാകാനോ പാടില്ല. അതിനുശേഷം നമുക്ക് ഫുഡ് വാൽവിൽ നിറയെ വെള്ളമൊഴിക്കണം. ഒഴിക്കുന്നതിൻ്റെ ഉദ്ദേശം മോട്ടറിനുള്ളിൽ വെള്ളം വലിക്കുകയും തള്ളുകയും ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു സംവിധാനമുണ്ട്. ഇമ്പല്ലർ എന്നാണ് പറയുക. ഈ ഇമ്പല്ലർ വെള്ളത്തിൽ മുങ്ങിക്കിടന്നെങ്കിൽ മാത്രമേ വെള്ളം വലിച്ചെടുക്കുകയും
പുറത്തേക്ക് തള്ളുകയും ചെയ്യുവാൻ മോട്ടറിന് സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഫുഡ് വാൽവിനുള്ളിലേക്ക് വെള്ളം ഒഴിക്കുന്നത്. മോട്ടറിന് മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു വാൽവ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലെ തന്നെ വെള്ളം ഒഴിച്ചാൽ ഫുഡ് വാൽവ് നിറയുന്നതാണ്. ഫുഡ് വാൽവ് നിറഞ്ഞു വരുന്നത് വരെ നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഫുഡ് വാൽവ് നിറഞ്ഞു. നമ്മൾ വാൽവ് തിരിച്ചടച്ച ശേഷം നമുക്ക് ഫുഡ് വാൽവ് വെള്ളത്തിലേക്ക് തിരിച്ചിടാം. ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു ബക്കറ്റ് നിറയെ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്കാണ് ഫുഡ് വാൽവ് വെച്ചിട്ടുള്ളത്. കാരണം മോട്ടോർ വെള്ളം വലിക്കുന്നുണ്ടോ തള്ളുന്നുണ്ടോ എന്നറിയുന്നതിനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണിത്. ഇതാ ഞാൻ നിറച്ച് വച്ചിരുന്ന വെള്ളം മോട്ടോർ പൂർണ്ണമായും വലിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് കിണറിലേക്ക് ഇടാം. പ്രിയ കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഇനിയും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.